ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളിന്നും ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. നല്ലൊരു പായ്ക്കാണ്. അപ്പോഴേ ഇതിന് 100 മാർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നിങ്ങൾ നോക്കണേ. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പരീക്ഷണമാണ്, ഫുൾ പരീക്ഷണമാണ്. അപ്പോഴേ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, അടുക്കള വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ ചേച്ചിന്ന്. നമ്മുടെ അടുക്കള വിശേഷങ്ങൾ കാണിക്കാനില്ല. നമ്മുടെ സരസുവിനെ ഞാൻ ആ താക്കോലം ഏൽപ്പിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞു സരസു അങ്ങേറ്റോളാൻ കേട്ടോ. അപ്പോഴും സരസുവിൻ്റെ പരിപാടിയാണ് ചുമ്മാ കേട്ടോ. സരസുവിന് ഒന്നാതെ വയ്യ, തന്നെ പോലെ നടക്കാൻ വയ്യ കേട്ടോ. തീരെ വയ്യ. 2-3 മാസം കൊണ്ട് എല്ലാവർക്കും പൊതുവെ ഞങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തം പനിയൊക്കെ പിള്ളേരെ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഉവാവൊക്കെ പോകാൻ. എന്തുവാ ഇത്, പനി വന്ന് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. ശരീരം മൊത്തം അങ്ങ് വേദനയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ കാണാൻ പോകാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാരെല്ലാം ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം തരുന്ന കമൻറ്റ് സുപ്പു 2 കൈ കൊണ്ടും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരുടെയും അടുത്തോട്ടും വരുന്നുണ്ട്. കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാൻ പോകാം. കിടുക്കാച്ചി ഐറ്റം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഐറ്റമാണ്. നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് എന്നെ അറിയിക്കണം. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ എന്നെ തല്ലിക്കൊല്ലിക്കും. ആരാണ്ടൊക്കെ എന്നെ തല്ലിക്കൊല്ലാൻ വരുന്നെന്ന് പറയുന്നത് സുപ്പൂന് അടി വേണ്ടായി, സുപ്പൂന് അടി പേടിയാണ്, അതുകൊണ്ട് കമ്പൊന്നും എടുക്കാൻ പോകണ്ട, മുട്ടൻ കമ്പ് വേണമെന്നൊക്കെ പറയുന്ന കേട്ടു. സുപ്പൂന് അടി വേണ്ട കേട്ടോ. അപ്പോഴേ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ്. നമ്മൾ കൊട്ടയൊന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ. നമ്മൾ ചെയ്ത് അതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അവൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പോഴും നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? പാട്ട് പാടുന്നവരാണോ നിങ്ങൾ? പാട്ട് പാടുന്നവരാണോ നിങ്ങൾ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? അപ്പോഴും നമുക്കിന്നൊരു പാട്ട്, ഞാൻ ഒരു പാട്ട് പാടാം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയത്തില്ല. നമ്മുടെ പൂമ്പാറ്റയും പാട്ട് കേൾക്കാൻ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമിന്നിരുന്നു ഞാൻ, പൈങ്കിളി മലത്തേങ്കിളി വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേങ്കിളി, പൈങ്കിളി മലത്തേങ്കിളി. പാടുന്നതിന് അത് പാടി തീർന്നില്ല. അവൾ അപ്പോഴേ പമ്പ കടന്നു. അവൾ വിചാരിച്ചു വേറെന്തോ തെറിയായിരിക്കും വിളിക്കുന്നതെന്ന്. അല്ല, തിരിച്ച് വന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടമായി, അവൾക്ക് ആ പാട്ട് ഇഷ്ടമായി. അവളതേ തിരിച്ച് എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോഴേ നമ്മുടെ പാട്ടൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. പാട്ട് പാടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും 1 വരി 2 വരി 3 വരി മൂളിപ്പാട്ടായിട്ട് പാടി നോക്കണം. അപ്പോഴേ നമുക്ക് പാടാനുള്ള ഒരു വീണ്ടും പാടാനുള്ള ഒരു ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ, പാട്, നല്ല പാട്ടാണ്, നന്നായിട്ട് പാടുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് സന്തോഷമാവും. നമുക്ക് വീണ്ടും പാടാൻ ഒരു ഉണർവൊക്കെ വരും കേട്ടോ. നമ്മുടെ ചേച്ചിമാർ ഒത്തിരി പേര് നമ്മളെ പാട്ടുപാടിയൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എനിക്ക് ആ പഴയ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ. ചേച്ചിമാരൊക്കെ ഒത്തിരി ചേച്ചിമാരുണ്ട്. ഷോർട്ടിലൊക്കെ നമ്മൾ കാണുന്ന ചേച്ചിമാർ, ഞാൻ പാടുന്ന പോലൊന്നും അല്ല ചേച്ചിമാർ പാടുന്ന കേട്ടോ. അടിപൊളിയായിട്ട് പാടും.
പക്ഷേ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കിഷ്ടമായിട്ടുള്ള പാട്ടുകൾ ഞാൻ എവിടെയെങ്കിലും എഴുതി വയ്ക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പാടാമല്ലോ. അപ്പോൾ നമ്മൾ പായ്ക്ക് ഇടാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ റാഗിയുടെ പായ്ക്കാണ് ഇടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ 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 ഇടും എന്നൊക്കെ പറയാം. ഇതിന് എത്ര മാർക്ക് നമ്മൾ കൊടുക്കും? ഞാൻ 100ൽ 100 കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്, ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ കറുത്ത പാടുകൾ ഇപ്പം വെയിലൊന്നും ഇല്ല, വെയിലത്തൊക്കെ പോയിട്ട് വന്നുള്ള കരിവാളിപ്പ് എല്ലാം മാറിക്കിട്ടും, കരുമങ്കൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ്, പിന്നെ ഇത് നമുക്ക് കുറുക്കിയാണെങ്കിലും കഴിക്കാം. കുഞ്ഞുവാവമാരല്ല നമ്മളും ഇപ്പം കഴിക്കുന്നുണ്ട്. നമ്മുടെ അണ്ണനൊക്കെ ഇടയ്ക്ക് ഞാൻ പിന്നെ വഴക്കുണ്ടാക്കിയൊക്കെ കൊടുക്കും കേട്ടോ, ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. അപ്പോഴങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പം വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഒരു ഈ സ്പൂണിന് കേട്ടോ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മളെന്നും എടുക്കുന്നത് ഈ സ്പൂണാട്ടോ. അപ്പോഴൊരു 2 സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട്, റാഗി പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പച്ചപ്പാൽ കേട്ടോ, പച്ചപ്പാൽ, വെള്ളമൊന്നും ചേർക്കേണ്ട. വീട്ടുകാർ വെള്ളമൊക്കെ തന്നാണ് വിടുന്നത്, അതുകൊണ്ട് മിക്സ് ചെയ്യേണ്ട. നമ്മൾ തനിപ്പാലെന്ന് പറയും കേട്ടോ. അപ്പോഴും വെള്ളമൊന്നും വേണ്ട, ഇതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോഴും നമുക്ക് ആ പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുഖത്തിടാൻ പാകത്തിന് നമുക്ക് അളവൊന്നുമില്ല. നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കി നിങ്ങൾ അത് മിക്സ് ചെയ്യണം കേട്ടോ. നോക്കിയും കണ്ടും വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ പൗഡറേ അങ്ങനെയുള്ളതായതുകൊണ്ടേ നമ്മൾ നോക്കി വേണം നമ്മൾ പിന്നെ ചേർക്കാൻ കേട്ടോ. എന്തോ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോയി കേട്ടോ ഈ സമയത്തേക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 3 സംഭവങ്ങൾ മതി കേട്ടോ. നമുക്ക് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേൻ ഒത്തിരി ഒന്നും വേണ്ട, ഒഴിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമേ 1 കിലോ തേനോ ഒരു പായ്ക്കിടുന്നതിന് അത്രയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം ഒന്ന് വെക്കണം. റാഗി പൗഡറൊക്കെ ഒന്ന് കുറുകണം. നമ്മൾ അങ്ങനെയല്ലേ കുറുക്കം ഉണ്ടാക്കുന്നതും അങ്ങനെയല്ലേ. ഇത്തിരി നേരം നമ്മളൊന്ന് ഇത് വെള്ളമായിട്ടൊന്ന് കൂട്ടിച്ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് കുറച്ച് പാലല്ല തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേനും കൂടെ ഇപ്പം വരും കേട്ടോ. നമ്മുടെ ഈച്ചക്കൂട്ടന്മാരെല്ലാം കൂടെ എന്നെ ആക്രമിക്കാൻ വരും. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഇത്തിരി നേരം ഒന്ന് വെക്കാം കേട്ടോ. ഇത്തിരി നേരം നമുക്കൊന്ന് വെക്കാം. ഒന്ന് അവരൊന്ന് കൂട്ടുകൂടിക്കോട്ടെ കേട്ടോ. കൂട്ടായില്ലെങ്കിൽ ഒന്ന് കൂട്ടുകൂടിക്കോട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. നമ്മുടെ പായ്ക്കൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടുതലായി കേട്ടോ. എനിക്ക് 2 ചേച്ചിമാർ കഥ പറയാൻ വന്നു. വിറക് വറക്കാൻ വരുന്ന ചേച്ചിമാർ വെള്ളം കുടിക്കാനൊക്കെ വരും ഇവിടെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കലക്കി നമ്മൾ വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോഴൊന്ന് കുറുന്നു വരും കേട്ടോ. ഇത് നമ്മൾ പൗഡർ മാതിരിയല്ലേ. അപ്പോഴത് ഇച്ചിരി നേരം നമ്മളൊന്ന് കുറുക്കി വെച്ചിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മളിടാൻ നോക്കരുത്. അത് ഈ അരിപ്പൊടിയാണെങ്കിലും തന്നെ ഇച്ചിരി നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോഴേ നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല മഴക്കോള് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ. ഞാൻ രാവിലെ മുതൽ തുണി ഉണക്കാൻ എന്തായാലും മേളിൽ തുണി കിടക്കും. നമുക്ക് പായ്ക്കൊക്കെ ഇട്ടിട്ട് മേളിലോട്ടല്ലെങ്കിൽ പോയി തുണി പറക്കി താഴോട്ട് എറിയാം. ഉണങ്ങിയതാട്ടോ. അപ്പോഴും നമ്മുടെ പായ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഒന്ന് തേച്ചിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. മുഖം നന്നായിട്ട് കഴിയുന്നതിന് ശേഷം മാത്രം നമ്മൾ പായ്ക്ക് ഏതാണേലും ഇട്ട് കൊടുക്കണം. ചേച്ചിമാരെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ ആ ചേച്ചിയെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ ചേച്ചി അപ്പോൾ ഇവിടെ വന്ന് നോക്കി എന്തുവാ പ്രിയയെ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു ചേച്ചി ഇതേപോലെ ഒരു സംഭവമുണ്ട്, ചെയ്ത് നോക്കണം. ആ ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ മുഖത്ത് ഇതേപോലെ കരിമങ്കലിൻ്റെ ഇവിടെ എല്ലാം പാടുണ്ട്. അപ്പോഴും ഞാനൊത്തിരി കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ചേച്ചിമാരുടെ മൊബൈലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചിട്ടാണ് വന്നിരുന്നു. മറ്റേ ഒരു ചേച്ചിക്ക് അറിയാം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. മറ്റേ ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുന്നതൊക്കെ ചേച്ചിക്ക് കാണണോ, അപ്പോഴും വീട്ടിൽ വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇതേ നമ്മുടെ തേനുള്ളത് കൊണ്ടല്ലോ
തേൻ ഇതിനകത്ത് ചേർത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈച്ചക്കൂട്ടന്മാർ വന്നു തുടങ്ങി. ഇവന്മാരാകെ പ്രശ്നം കേട്ടോ. ഇവിടെ ഇത്തിരി നേരം നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് ഇത് അപ്പോഴത്തേന് സെറ്റാവും. ഇത് കണ്ടോ സെറ്റായത് ആ പൗഡർ. ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ അല്ലേ. പാലും തേനും ഒക്കെ ഇപ്പം എല്ലാ വീടുകളിലും എല്ലാവരും ഇപ്പം ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കും. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. മഴയൊക്കെ മാറിയോ? ഇവിടെ ഇന്നിപ്പം രാവിലെ അത്ര പെയ്യാൻ തുടങ്ങിയൊന്നുമില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നിപ്പം തുടങ്ങിയൊന്നുമില്ല. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്കറിയത്തില്ല എന്താവും ഏതാവും. രാവിലെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തോളൂ. അല്ല ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കളറൊന്നും പിടിക്കുന്നതല്ല. നമുക്ക് കളർ പിടിക്കുന്ന ഇന്നലെ എൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ ഇച്ചിരി കളറൊക്കെ നമ്മുടെ നൈറ്റിക്കകത്തൊക്കെ വന്നു. അല്ലെങ്കിൽ പിന്നെ അപ്പോഴേ പോയി നമ്മൾ പിന്നെ കഴുകണം കേട്ടോ. ഇത് ഇപ്പം കുഴപ്പമില്ല. കാലും നമ്മുടെ കഴുത്തേലും സോപ്പിട്ട് തേച്ച് കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ കഴുത്തെ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകാതെ സോപ്പിട്ട് തന്നെ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. എനിക്ക് ഇങ്ങനെ വശമേ ഇല്ല കേട്ടോ. ചിലപ്പോൾ താഴോട്ടൊക്കെ പോകുന്നു. പക്ഷെ മേലോട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് വശം ഈ വശം നമുക്ക് വശമുണ്ട്. പക്ഷേ ഈ വലതുവശത്തോട്ട് നമ്മളിപ്പുറത്തെ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ഈ സുപ്രൂൻ്റെ പാർലറിലെ പാട്ടുണ്ട്, കൂത്തുണ്ട്, എല്ലാം ഉണ്ട്. ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. പാവം സരസു ഇതൊന്നും കാണുന്നില്ല കേട്ടോ. സരസു സീരിയലിൻ്റെ പുറയിലാട്ടോ. രാത്രിയിൽ കാണുന്നത് പകൽ വീണ്ടും നമ്മൾ കാണും. എനിക്കാണെങ്കിൽ ടി വിയുടെ വാർത്തയൊക്കെ കാണും കേട്ടോ. വാർത്തയൊക്കെ കാണും. പക്ഷെ ഞാനങ്ങനെ സീരിയൽ കാണാനൊന്നും ഇരിക്കത്തില്ല. നമുക്കങ്ങനെ വൈകിട്ട് സന്ധ്യയ്ക്ക് സമയമില്ലല്ലോ. നാമ ചെല്ലപ്പോവും. പിന്നെ മക്കളെ രാവിലെ വിടാൻ രാത്രിയിലെല്ലാം തയ്യാറാക്കി വെക്കും. ഇപ്പോൾ ഉറക്കമൊന്നുമില്ല എനിക്ക്. പകലും ഞാൻ കിടന്നുറങ്ങത്തില്ല കേട്ടോ. പകലുറങ്ങുന്ന പിള്ളേരല്ല, ഇച്ചീച്ചി പിള്ളേരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പണ്ടുള്ള അമ്മച്ചിമാർ പറയായിരുന്നു നമ്മുടെ വീട് മുടിയാൻ വേറൊന്നുമില്ല, ഉച്ചയ്ക്ക് കിടന്നുറങ്ങരുത്. ഞങ്ങൾക്ക് മഴ ചാരണമെന്ന്. വീട് മുടിയാൻ വേറെ ഒരു ഇതും ഇല്ല എന്നൊക്കെ പറയും. എനിക്ക് പേടിയാണ്. ദൈവമേ, അമ്മ എങ്ങാണ് ഓടിച്ചാലോ എന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് നമ്മുടെ വീട്ടിൽ നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോഴെനിക്ക് പേടിയാട്ടോ. ഞാൻ അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അത് സത്യമല്ലേ, നമുക്ക് നേരം വെളുത്ത് നമ്മളെല്ലാവരെയും മക്കളെ കുഞ്ഞുങ്ങളെയാണെങ്കിലും നമ്മുടെ ചേട്ടന്മാരെയൊക്കെ നമ്മൾ ജോലിക്കായിട്ടും പഠിക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കണം കേട്ടോ. എനിക്ക് അല്ലാതിപ്പം നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയാണ് കേട്ടോ. അവരില്ലാതെ നമുക്ക് എന്ത് ജീവിതമല്ലേ. അപ്പോഴേ ഭർത്താക്കന്മാരെന്ന് പറയണ്ട, ഒരു ഭർത്താവല്ലേ കാണത്തുള്ളൂ. അവർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ആരോഗ്യം അവർക്ക് കൊടുക്കാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാം അല്ലേ. അവർക്കൊക്കെ പഠിച്ച് നല്ല ജോലികൾ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കുടുംബ ജീവിതം കിട്ടാൻ വേണ്ടി വലിയ മക്കളായിട്ടൊക്കെ നിൽക്കുന്ന എത്രയോ അമ്മമാർ ഇതേപോലെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ കാണും. ഈ സുപ്പുവിനെ പോലെ നല്ല ജീവിതങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്രയോ മാതാപിതാക്കൾ കാണും അല്ലേ. നമുക്ക് പകൽ സമയം അല്ലാതെ മറ്റൊന്നും നമുക്ക് ചിന്തിക്കേണ്ട. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ വിളക്ക് കൊളുത്തി ദൈവത്തെ വിളിക്കണം അല്ലേ. സത്യം പറഞ്ഞാൽ അതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്ന്
ഉറക്കത്തിനൊരു സുഖം കാണത്തില്ല. ഞാനാണെങ്കിലും അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ കഥ പറഞ്ഞിട്ട് കഴിഞ്ഞു. ഞാനാണെങ്കിലും നമ്മുടെ അണ്ണനാണെങ്കിലും ഇപ്പം രാവിലെ ഇതൊക്കെ കേട്ട് എന്താ നമുക്ക് നാമങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കേട്ട് തന്നെയാണ് കേട്ടോ രാവിലെ നമ്മുടെ ഒരു ദിവസം ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോഴെന്നല്ല എപ്പോഴും നേരത്തെ ആണെങ്കിലും നമ്മൾ ഈ ചാനലിലെ വീഡിയോ ഒന്നും ഇടുന്നതിന് മുന്നേ ആണെങ്കിലും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ നാമവും ചൊല്ലും. ഈ നമ്മുടെ എന്താ ഇതേപോലെ യൂട്യൂബിനകത്ത് നമുക്ക് പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അന്നൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മളെല്ലാവരെയും നോക്കിയിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും മക്കളെയും ഭർത്താവിനെയും അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ജോലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ ജോലിക്കായിട്ട് പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും കാണും. അത് കഴിഞ്ഞായിരിക്കും അവർ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരെല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി മിണ്ടരുത്, മിണ്ടിയ സുപ്പൂനെ തല്ലിക്കൊല്ലും. അപ്പോഴിനി നമുക്ക് മിണ്ടണ്ട കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ഉണങ്ങാൻ ഇരിക്കാം. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ടങ്ങ് ഉണങ്ങിയില്ല. പക്ഷെ നമ്മൾ കൈ കൊണ്ട് തേച്ചാൽ അങ്ങനെ വരത്തുമില്ല കേട്ടോ. എൻ്റെ ഇടയ്ക്ക് മഴ ചാറി. ഞാനിവിടെ ഇരുന്നേത് ഓടി മേളിൽ കയറി. തുണി മേളിൽ നിന്ന് പറക്കിക്കൊണ്ട് വരത്തില്ല. ഒന്നാമത്തെ കാര്യം ആരുമില്ല. ഞാൻ ആ പരിത മേളിൽ നിന്ന് അങ്ങനെ മറിഞ്ഞ് വീണാൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തുണി മേളിൽ നിന്ന് താഴോട്ടിട്ടിട്ട് ഡൈനിൻ്റെ അവിടെ വന്ന് വീഴും. മേളിൽ നിന്ന് എറിയും. നമ്മുടെ പെരയ്ക്കകത്ത് തന്നെ വീഴും കേട്ടോ. ഹാളിൽ തന്നെ വീഴും. കസേരയിലോ വല്ലോ വീഴും. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. തുണി മേളിൽ നിന്ന് ചിലപ്പം പടിയിലെങ്ങനെ തട്ടി വീണാൽ എന്ത് ചെയ്യും ഞാൻ? വിളിച്ച് കൂവിയാൽ പോലും ആരും കാണത്തില്ല. നമ്മുടെ സരസ്വനാണെങ്കിൽ ചെവിയും വന്ന് കേൾക്കാതെ വന്നേക്കും കേട്ടോ. നമുക്ക് തുടയ്ക്കാം കേട്ടോ. നമ്മുടെ ഈച്ചക്കൂട്ടന്മാർ വലിയ കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് അങ്ങ് പോയായിരുന്നു കേട്ടോ. ഞാൻ മൊത്തം തുടച്ചിട്ട് കാണിക്കും. ഒത്തിരി സമയം എടുക്കത്തില്ല. നിങ്ങൾ എന്നെ ഓടിക്കും ഒത്തിരി സമയം എടുത്താൽ. അപ്പോൾ ഞാൻ തുടച്ചിട്ട് കാണിക്കാം കേട്ടോ. തുടച്ചിട്ടൊക്കെ വന്ന് കാണിച്ചാൽ നിങ്ങൾ പിന്നെ പറയും എന്തെങ്കിലും വാരിയിട്ടുകൊണ്ട് വന്നേയിരിക്കും. എനിക്കതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അതാണ് ലൈവായിട്ട് നമ്മൾ തുടച്ചൊക്കെ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് പറയും വേറെ എന്തെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ചിലർ പറയും. എനിക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ ഓരോരുത്തരുടെ ഇതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് മുഖമൊക്കെ ഉണങ്ങി വന്നിരിക്കത്തില്ലേ, അപ്പോഴും അവർ പറയും വേറെ എന്തെങ്കിലും നമ്മുടെ ക്രീമുകളോ എന്തെങ്കിലും നമ്മൾ തേച്ചിട്ട് വന്നയാന്ന് പറഞ്ഞാൽ പോയില്ലേ കാര്യങ്ങൾ. നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും പ്രയോജനം കിട്ടും. ഞാൻ അതുകൊണ്ടായിട്ട് അപ്പോഴും തന്നെ നമ്മൾ തുടച്ച് ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ച് സമയമായാലും വേണ്ടില്ല തുടച്ച് തന്നെ നമ്മുടെ കൂട്ടുകാരെ കാണിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണിച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളെന്നെ ഓടിച്ചിട്ട് അടിക്കത്തൊന്നുമില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരല്ലേ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് തുടർച്ചയായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ കേട്ടോ. ആഴ്ചയിലൊക്കെ നമുക്ക് ഇതെല്ലാം ഒരു പാക്കറ്റോ എത്ര റാഗി പൗഡറിനെ നോക്കിയില്ല കേട്ടോ വാങ്ങിച്ച് വെച്ചിരുന്നു. നമുക്ക് ഒരു മാസമല്ല അതിനെക്കാട്ടിലും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു 2 കുഞ്ഞ് സ്പൂൺ മതി കേട്ടോ. അത്രയും മതി. ഒത്തിരി ഒന്നും നിങ്ങളെ എടുത്ത് പാഴാക്കി കളയണ്ട കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, നമ്മൾ അങ്ങനെ പണലാക്കി കളയണ്ട കേട്ടോ. ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. 100 മാർക്ക് നമുക്ക് കൊടുക്കാം ഈ ഒരു പായ്ക്കിന്. നമ്മുടെ പായ്ക്കുകൾക്കെല്ലാം നമ്മൾ 100 മാർക്ക് കൊടുക്കും കേട്ടോ. സുപ്പുവിൻ്റെ പാർലറിൽ അതുമാതിരിയുള്ള പായ്ക്കുകളാണ് എല്ലാം. 100 മാർക്കിൻ്റെ പായ്ക്കുകളാണ് ഇവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത് കേട്ടോ. ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. വെറുതെ പറയുന്നതല്ല. എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ കാണുന്നില്ല. തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ തുടയ്ക്കണം കേട്ടോ. തണുത്ത വെള്ളത്തിൽ ഇനി നമ്മൾ കുളിക്കുമ്പം സോപ്പിടരുത്, പ്രത്യേകം പറഞ്ഞേക്കാം. സോപ്പിട്ട് നിങ്ങൾ നമ്മുടെ മുഖത്ത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ.
അത്യാവശ്യം മാത്രം, അല്ലെങ്കിൽ ഇട്ട് വാരി കുഴച്ച് നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനം കിട്ടത്തില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു ഉപായത്തിലൊക്കെ മുഖം സോപ്പിട്ട് കഴുകിയാൽ മതി കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ മുഖം നല്ല മനോഹരമാവാനും നല്ല കൂടുതൽ ഇതൊക്കെ ചെയ്യുന്ന നല്ല ക്ലീൻ ആവും. ബ്ലീച്ച് ചെയ്യുന്ന ഐറ്റങ്ങളാണല്ലോ ഇതൊക്കെ കേട്ടോ. പയറുപൊടി ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കവളൊക്കെ തടവുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കേട്ടോ, ഈ സംഭവത്തിൻ്റെ ഈ പൊടി അതിന് നമുക്ക് നന്നായിട്ട് നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കഴിയതല്ലേ ഉള്ളൂ, നല്ല ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചാലും നല്ലതാട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ടല്ല നോക്കുന്നത്, ഇങ്ങോട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോഴേ മുഖത്ത് ഇങ്ങനെ നമ്മൾ കഴുകിയാലും നല്ലതാണ്. ഇങ്ങനെ വെള്ളം എടുത്ത് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ ആയിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയി അങ്ങോട്ട് തുറന്ന് വിട്ടിട്ട് ഇവിടെ മോള് രാവിലെ ഇത് തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂറുള്ള മുഖം കഴുകും. എന്തുമാത്രം വെള്ളം പോകുന്നു. പണ്ടൊക്കെ നമ്മളിങ്ങനെ മൊന്തയ്ക്കകത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പടിക്കലൊക്കെ ഇങ്ങനെ സത്യമല്ലേ, പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ എവിടെയെങ്കിലും പോയിട്ട് വന്ന് നമ്മുടെ പടിയിൽ കിണ്ടി വെള്ളം വെച്ചേക്കും. അതൊക്കെ ഒരു കാലം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും വെക്കുന്നവരുണ്ട്, പടിയിൽ കിണ്ടിയും വെള്ളമൊക്കെ വെക്കുന്നവരുണ്ട്. അതൊക്കെ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ. ഇപ്പോഴും ആരിതൊക്കെ ചെയ്യുന്നു, നമ്മൾ ആരെങ്കിലും ചെയ്യുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ കാല് കഴുകി പെരയിലോട്ട് കയറാം. നമ്മുടെ ആ കോവിഡ് സമയത്ത് നിങ്ങളൊന്ന് ഓർത്തേ, നമ്മളതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലം തിരിച്ചു വന്നത് ആ സമയത്താണ്, കോവിഡിൻ്റെ സമയത്താണ്. നമ്മുടെ കൈ എപ്പോഴും കഴുകാനും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലൊക്കെ കഴുകിയിട്ടല്ലേ നമ്മൾ ആ സമയത്തൊക്കെ പെരയിലോട്ട് കയറിയത്. ആ ഒരു കാലം അന്ന് തിരിച്ചു വന്ന് വീണ്ടും പഴയപടി എല്ലാവരും പോയി കേട്ടോ. അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. എല്ലാ ചേച്ചിമാരും അനിയത്തിമാരും ചെയ്ത് നോക്കണം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള 2-3 ഐറ്റം മതിയല്ലോ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, തുടരെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.